അപ്പോൾ ദേ എപ്പിസോഡ് 5ൻ്റെ പാർട്ട് 2 ആട്ടോ. ടീം വൈറ്റ് ജയിച്ചെങ്കിലും നമ്മുടെ നെഫ്യൂ ആണെങ്കിൽ തീരെ ഹാപ്പി അല്ല. കാരണം സെജിൻ ഭയങ്കര സാഡായിട്ട് കണ്ണിന്ന് വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട് കേട്ടോ. ഇതേ ടൈമിലാണ് നമ്മുടെ ജേഗ്യുവിൻ്റെ വീടിൻ്റെ അവിടേക്ക് ഒരു ലേഡി വരുന്നത്, ഒരു പെൺകുട്ടി വരുന്നത് കേട്ടോ. പെൺകുട്ടിയല്ല, ഒരു ലേഡി. ഇപ്പോൾ ലേഡി ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്ന കാണുമ്പോൾ നമ്മുടെ ജേഗ്യുവിൻ്റെ ഫ്രണ്ട് അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ലേഡി പറയുന്നുണ്ട്, ഞാൻ സഞ്ജയ്ഗുവിനെ കാണാൻ വേണ്ടി വന്നതാണെന്ന്. അപ്പോൾ സഞ്ജയ്ക്ക് ഇപ്പോൾ ഇവിടെ ഇല്ല, അവൻ്റെ നെഫ്യൂൻ്റെ സ്കൂളിൽ ഒരു പരിപാടി നടക്കുന്നുണ്ട്, അവിടെയാണെന്ന് പറയാണ്. സഞ്ജയ്ക്കുവിനെ ഞാൻ കോൾ ചെയ്ത് പറയാമെന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു ലേഡി പറയുന്നുണ്ട്, ഏയ് വേണ്ട, സഞ്ജയ്ക്കുയുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വിളിച്ചോളാം എന്ന് പറയാണ്. അപ്പോൾ ഈ ഒരു ലേഡി പോയി കഴിയുമ്പോൾ ഈ ഒരു ഫ്രണ്ടിന് തോന്നുകയാണ്, ഇതാണോ ഇനിയിപ്പോൾ സഞ്ജയ്ക്ക് പറയുന്ന ആ ഒരു പെൺകുട്ടി, അവന് ചെറിയ ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞ പെൺകുട്ടി ഇതാണോ എന്ന് ഇങ്ങനെ ഒരു ഡൗട്ട് വരികയാണ്. എന്തായാലും ഈ ഒരു പെൺകുട്ടിയുടെ കോളാണെന്ന് തോന്നുന്നു നമ്മുടെ സഞ്ജയ്ക്കുവിൻ്റെ ഫോണിലേക്ക് വരുന്നുണ്ട്. ദാറ്റ് വുമൺ എന്നാട്ടോ സേവ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മുടെ സഞ്ജയ്ക്കു ആണെങ്കിൽ ഇപ്പോൾ ഫോണിൻ്റെ അടുത്തൊന്നുമില്ല, ആ ഗെയിം കളിക്കുന്ന സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കോളിനെ കുറിച്ച് അവനൊന്നും അറിയുന്നില്ല. അതെ, ഇപ്പോൾ രണ്ട് ടീമിനും 2-2 എന്ന പോയിന്റാണ്. അപ്പോൾ ഇനി ആര് ജയിക്കും ആര് തോൽക്കും എന്ന് ഭയങ്കര കൺഫ്യൂഷനിലാണ്. ഒരാൾ പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ സഞ്ജയ്ക്കുള്ള ടീമേ ജയിക്കുമെന്ന്. അപ്പോൾ മറ്റേ ആൾ പറയുന്നുണ്ട്, ഏയ് ബ്ലൂ ടീം നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്, അവർ തന്നെ ജയിക്കാൻ ചാൻസ് ഉണ്ടെന്ന്. അങ്ങനെ ലാസ്റ്റ് കോമ്പറ്റീഷൻ വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഇതെന്താ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്ലൂ ടീമിലുള്ള ആൾക്കാർ ഈ ബ്ലൂ കളറിലുള്ള ആ ഒരു ബോക്സ് തുറക്കണം കല്ലെറിഞ്ഞിട്ട്. വൈറ്റ് ടീമിലുള്ള ആൾക്കാർ വൈറ്റ് കളറുള്ള കല്ല് അവരുടെ കയ്യിലുണ്ട്, അതെറിഞ്ഞിട്ട് വൈറ്റ് ബോക്സ് തുറക്കണം. ജയ്ക്ക് ഇവരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ആ ദേഷ്യം ഫുള്ള് ഇതെറിഞ്ഞ് തീർത്തോ എന്ന് പറയാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ബ്ലൂ ടീമിനെ ജുണ്ണും മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അതിൽ രണ്ട് ടീമും നല്ല അടിപൊളിയായിട്ട് ഈ സ്റ്റോൺസ് ഒക്കെ എറിയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു ഗെയിം ഞാൻ ശരിക്കും ആദ്യമായിട്ടാട്ടോ കാണുന്നത്. നമ്മൾ ഓണത്തിനൊക്കെ കളിക്കുന്നതേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇങ്ങനത്തെ ഗെയിം. ഒരു സ്പോർട്സ് കോമ്പറ്റീഷനിൽ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ എല്ലാവരും എറിഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നായകയും കുറച്ച് കല്ലൊക്കെ എടുത്ത് എറിയാൻ നോക്കുന്നുണ്ട്. അപ്പോഴാണ് സഞ്ജയ്ക്ക് ഇവളുടെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് ഇത് എറിയാൻ വേണ്ടിയിട്ട് കൈയൊക്കെ എങ്ങനെ പിടിക്കണം, ഫിംഗർ ടിപ്സ് എങ്ങനെ പിടിക്കണം എന്നൊക്കെ ഇവളോട് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി ഒന്നും ആലോചിക്കേണ്ട, മനസ്സിൽ ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ആളെ വിചാരിച്ചിട്ട് നേരിട്ട് അങ്ങ് എറിഞ്ഞോളാൻ പറയാണ്. ഇവളാണെങ്കിൽ ആദ്യം ഒരു മടിയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്നാണ് നമ്മുടെ ഹെഡ് മാസ്റ്റർ അവിടെ പിള്ളേരെ ചീത്ത പറയുന്നത് കാണുന്നത്. ഇത് കാണുമ്പോൾ അവൾക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹെഡ് മാസ്റ്ററായ ഹോങ്ങിനെ മനസ്സിലാലോചിച്ച് ഇവൾ ആ വൈറ്റ് ബോക്സുമൊക്കെ കല്ലെറിയാണ്. അങ്ങനെ ഇനി ചറപ്പറാന്ന് എല്ലാവരും നിരത്തി എറിയാൻ കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മുടെ ബ്ലൂവിൻ്റെ ബോക്സ് ചെറുതായി ഒന്ന് ഓപ്പൺ ആവുകയാണ്. ഇത് കണ്ട വഴി നമ്മുടെ ബോമാണെങ്കിൽ അപ്പം തന്നെ ജയ്ഗുവിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ജയ്ഗു പെട്ടെന്ന് തന്നെ ഒരു 3-4 കല്ലെടുത്ത് എറിയാൻ നിൽക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ജുണ്ണും ഒരു കല്ലെടുത്ത് കയ്യിൽ പിടിക്കുന്നുണ്ട് ഇത് എറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ജുണ്ണും ജയ്ഗയും ഒരേ സമയത്താണ് അവരവരുടെ ബോക്സും വെക്കി ഈ സ്റ്റോൺസ് എറിയുന്നത്. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഇങ്ങനെ നിലത്തേക്ക് വീഴുന്നതാണ് കേട്ടോ. കാര്യം വേറെ ഒന്നുമല്ല, ജയ്ഗു എറിഞ്ഞ കല്ല് കറക്റ്റായിട്ട് കൊണ്ടു ആ ഒരു ബോക്സ് ഓപ്പൺ ആവുകയാണ്. അങ്ങനെ ടീം വൈറ്റ് എന്ന് എഴുതി കാണിച്ചിട്ടുള്ള ഒരു ഷീറ്റ് പുറത്തേക്ക് നിൽക്കുകയാണ് കേട്ടോ. എനിക്ക് പറഞ്ഞ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടീം വൈറ്റ് ജയിച്ചിരിക്കുകയാണ്. അങ്ങനെ ബ്ലൂ അവരുടെ ലാസ്റ്റ് മൊമെൻറ്റിൽ വരെ ഫൈറ്റ് ചെയ്ത് തോൽവി സമ്മതിച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ സെജിനാണെങ്കിൽ ഭയങ്കര കരച്ചിൽ വരികയാണ്, അവളവിടെ നിന്ന് കരയുകയാണ് കേട്ടോ. സെജിൻ ഇവിടെ നിന്ന് കരയുന്ന കാണുമ്പോൾ നമ്മുടെ നെഫ്യൂനാണെങ്കിൽ നല്ല വിഷമമാവുന്നുണ്ട് കേട്ടോ. ജുണ്ണിനും നല്ല വിഷമമാവുന്നുണ്ട്. കാര്യം വേറെ ഒന്നുമല്ല, സെജിൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു വിജയമായിരുന്നു, പക്ഷെ തോറ്റുപോയി. മാത്രമല്ല ബോമും ജയ്ഗയും ഭയങ്കര ക്ലോസ് ആവുകയും ചെയ്തു. ഇതൊക്കെ കണ്ടുകൊണ്ട് ഈ ഒരു ലേഡി ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ബോമും ജയ്ഗയും ഭയങ്കര ഹാപ്പി ആയി നിന്ന് ചീർ ചെയ്യുന്നതും അതുപോലെ തന്നെ സാഡായിട്ട് നെഫ്യൂ നിൽക്കുന്നതൊക്കെ ആ ലേഡി കാണുന്നുണ്ട്. സീനിൽ നമ്മുടെ ജയ്ഗുവിൻ്റെ വീടാട്ടോ. അപ്പോൾ ജയ്ഗു ആണെങ്കിൽ കിട്ടിയ മെഡലൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ടീം വൈറ്റിലെ എല്ലാ മെമ്പേഴ്സിനും മെഡൽ കിട്ടിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഇവനും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു മെഡൽ. അപ്പോൾ നമ്മുടെ നെഫ്യൂ വന്നിട്ട് ഇവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്നെ പറ്റിച്ചു, ചതിച്ചു കളഞ്ഞു, എനിക്കൊരു പ്രോമിസ് തന്നിട്ട് അത് കീപ്പ് ചെയ്യാനും കൂടി പറ്റിയില്ല. അങ്കിളുടെ ഒരേ ഒരു ഫാമിലി ഞാനല്ലേ, എന്നിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനോ എനിക്കെന്നാ പ്രോമിസ് കീപ്പ് ചെയ്യാനോ തോന്നിയില്ലല്ലോ എന്ന് പറയാണ്. എന്തിനാ അങ്കിൾ അങ്ങോട്ട് വന്നേന്ന് ചോദിക്കുകയാണ് കേട്ടോ. കേൾക്കുമ്പോൾ അങ്കിൾ പറയുന്നുണ്ട്, ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല, എനിക്ക് ആ സമയത്ത് അങ്ങോട്ട് വരാൻ തോന്നി, പക്ഷേ അത് എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയാണ്. ഒരു സെക്കൻഡിൽ ജയ്ഗു എഴുന്നേറ്റിട്ട് നെഫ്യൂൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ല നീ ഇന്ന് തോൽക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നല്ലോ, നിന്റെ ഒരേ ഒരു ഫാമിലി ഞാനാ, ഇന്നത്തെ റിലേയിൽ നീ കരുതി കൂട്ടി അത് ദൂരേക്ക് വലിച്ചെറിഞ്ഞതാന്ന് ഒറ്റയടിക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് പറയാണ്. നീ എന്തിനാ അത് ചെയ്തതെന്ന് റിപ്പീറ്റഡ് ആയിട്ട് അങ്കിൾ ചോദിക്കുമ്പോൾ ഇവൻ ആദ്യം പറയുന്നുണ്ട് എനിക്കറിയില്ലാന്ന്, പിന്നെ പെട്ടെന്ന് പറയുന്നുണ്ട് അത് പിന്നെ പെട്ടെന്ന് അവളുടെ സ്മൈല് കാണാൻ വേണ്ടിയിട്ടെന്ന് പറയാണ്. അങ്കിളും പറയുന്നുണ്ട് അതേ സിറ്റുവേഷൻ തന്നെ എനിക്ക്, ഞാനും അവളുടെ സ്മൈല് കാണാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് നിർത്തുക. അപ്പോൾ രണ്ടുപേരും അവർക്ക് ഇഷ്ടമുള്ള ആളുടെ സ്മൈല് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തേട്ടോ. നെക്സ്റ്റ് സീനിൽ നമ്മുടെ നായികയാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ഈ ഒരു ചെടിക്ക് ചുറ്റും കഴുത്തിൽ മെഡലൊക്കെ ഇട്ടിട്ട് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവളുടെ മനസ്സിലൂടെ ആണെങ്കിൽ നമ്മുടെ ജയ്ഗുവിൻ്റെ ആ ഒരു പോസ്റ്ററൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. വടംവലിയുടെ സമയത്ത് അവൻ എങ്ങനെയാണ് കൈ പിടിച്ചത്, അതുപോലെ തന്നെ ആ കല്ലെറിയാൻ വേണ്ടിയിട്ട് ഇവളുടെ കയ്യിൽ വന്ന് പിടിച്ചില്ലേ, അതൊക്കെ ഇവളുടെ മൈൻഡിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. പെട്ടെന്നാണ് ഇവള് വേറൊരു കാര്യം ആലോചിക്കുന്നത്. വേറെ ഒന്നുമല്ല,
ഇവൻ്റെ അടുത്ത് റൂഡായി ബിഹേവ് ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് ഇവള് പറയാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അത് പറയണല്ലോ എന്നിങ്ങനെ ആലോചിച്ച് ഇനിയിപ്പോൾ ശരിക്കുള്ള റീസൺ എങ്ങനെ പറയും? ഇവനോടാണെങ്കിൽ നുണ പറയാനും ഇവൾക്ക് തോന്നുന്നില്ല. കാരണം ഓൾറെഡി ഒരു പ്രോമിസ് കൊടുത്തല്ലോ സത്യം പറയാന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ നുണ പറഞ്ഞ് പറ്റിക്കണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. മാത്രമല്ല സത്യം പറയാനായിട്ട് ഇവൾക്ക് ഭയങ്കര എംബാരസ്മെൻറ്റും ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ അവള്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ സെജിൻ്റെ വീടാട്ടോ കാണിക്കുന്നത്. അപ്പോൾ സെജിൻ്റെ അച്ഛനും അമ്മയും പിന്നെ ബോഡി ഗാർഡ്സും അതുപോലെ തന്നെ സെജിൻ്റെ ബ്രദറായ ജുണ്ണും ഒക്കെ ഇരുന്നിട്ട് ഇന്നത്തെ ആ സ്പോർട്സിൻ്റെ ഇതൊക്കെ കാണുക കേട്ടോ. അപ്പോൾ സെജിൻ ഓടി വരുന്നതൊക്കെ കണ്ടും അവൾ റിലേ കോമ്പറ്റീഷനിൽ വിൻ ചെയ്യുന്നത് കണ്ടൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഇവർ രണ്ടുപേരും. അപ്പോഴാണ് കരഞ്ഞ് കണ്ണൊക്കെ കലങ്ങി നമ്മുടെ സെജിൻ അവളുടെ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഇത് കാണുമ്പോൾ സെജിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ഒരു എക്സാമിൽ തോറ്റിട്ട് പോലും എൻ്റെ മോൾ ഇതേവരെ ഇങ്ങനെ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന്. അപ്പോൾ ഇവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ചേട്ടൻ വന്നിട്ട് പറയുന്നുണ്ട്, ഒരു സ്പോർട്സ് കോമ്പറ്റീഷനിലല്ലേ തോറ്റുള്ളൂ, അതിപ്പോൾ ഇത്രമാത്രം കരയാനൊക്കെ ഉണ്ടോ? ഇതിൽ തോറ്റതൊന്നും ഒരു തോൽവിയല്ല, ശരിക്കും ജയിച്ച് കാണിക്കേണ്ടത് ഫൈനൽ എക്സാമിനാണ്. നിന്നെ പേഴ്സണലി ഫൈനൽ എക്സാമിന് ഫസ്റ്റ് ടോപ്പർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ പഠിപ്പിക്കാമെന്ന് പറയാണ് കേട്ടോ. അപ്പോഴാണ് സെജിൻ ടി വിയിൽ ഇവർ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോ കാണുന്നത്. അതായത് റിലേ കോമ്പറ്റീഷനിൽ ഇവൾ ജയിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് ഇവളും ഇവളുടെ ചേട്ടനും കൂടി ഭയങ്കര ഹാപ്പി ആയിട്ട് ഹഗ് ചെയ്യുന്ന സീനൊക്കെ ഇവളിങ്ങനെ കാണുകയാണ് കേട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് ഇവളൊരു കാര്യം നോട്ടീസ് ചെയ്യുന്നത്. എന്താ നോട്ടീസ് ചെയ്യുന്നതെന്ന് നമുക്ക് അധികം വൈകാതെ കാണാം. എന്തായാലും നെക്സ്റ്റ് സീനിൽ സെജിൻ നമ്മുടെ നെഫ്യൂനെ ഒരു കഫേയിൽ വെച്ച് മീറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ സെജിൻ ആണെങ്കിൽ ഓൾറെഡി അവൾക്ക് ഈ മെഡൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ നെഫ്യൂവിന് കൊടുത്തു. അപ്പോൾ നെഫ്യൂ പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ ഈ കൂറ മെഡൽ വയ്ക്കാനുള്ള സ്ഥലമൊന്നുമില്ല, ഈ മെഡൽ നീ തന്നെ എടുത്തോ എന്ന് പറഞ്ഞിട്ട് സെജിന് തിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പക്ഷേ സെജിൻ അതെടുത്ത് ബാഗിലൊന്നും വെക്കുന്നില്ല. ഇത് കാണുമ്പോൾ നമ്മുടെ നെഫ്യൂ ആണെങ്കിൽ അവൻ്റെ ബാഗിലേക്ക് തിരിച്ചു വെക്കുകയാണ്. ഇതൊരു സാധാ മെറ്റലല്ല, ഗോൾഡൊന്നുമല്ല, നിനക്ക് വേണമെങ്കിൽ വേണ്ട, എൻ്റെ ബാഗിൽ ഇരുന്നോളൂ എന്ന് പറയുകയാണ്. എന്നിട്ട് സെജിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഈ സ്പോർട്സ് കോമ്പറ്റീഷൻ്റെ ഇതൊന്നും നിൻ്റെ ഗ്രേഡ്സിനെ ഫൈനൽ എക്സാമിനെ ഒന്നും അഫക്റ്റ് ചെയ്യരുത്, നീ നന്നായി പഠിക്കണം എന്ന് പറയാണ്. അപ്പോഴാണ് ഇവൻ്റെ ഓർഡർ ആവുന്നത് കേട്ടോ. അപ്പോൾ ഇവൻ ഓർഡർ ചെയ്താൽ ആ ഒരു ഫുഡ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. സെജിനാണെങ്കിൽ ഇപ്പോഴും ഒന്നും മിണ്ടാതെ ഭയങ്കര സാഡായിട്ടോ ഇരിക്കുന്നത്. ജയ്ക്ക് ആണെങ്കിൽ പെട്ടെന്നൊരു കേക്ക് ഇവളുടെ ഫ്രണ്ടിൽ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് സെജിനോട് അത് കഴിക്കാൻ പറയുന്നുണ്ട്. സെജിനാണെങ്കിൽ കഴിക്കുന്നൊന്നുമില്ല. അപ്പോൾ സെജിൻ്റെ കയ്യിലേക്ക് ഒരു ഫോർക്കും വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ പഠിപ്പ് എന്നൊക്കെ പറയുന്നത് ഒരു സ്റ്റാമിന ഗെയിമാണ്. അതുകൊണ്ട് ഒരു ചെറിയൊരു സ്പോർട്സ് കോമ്പറ്റീഷനിൽ തോറ്റപ്പോഴേക്കും ഇത്ര ഫ്രസ്ട്രേറ്റഡ് ആയാൽ എങ്ങനെയാ, നീ നന്നായി പഠിച്ചു കാണിക്കല്ലേ വേണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് സെജിൻ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് കേട്ടോ. അതായത് സെജിൻ ഒരു വീഡിയോ കണ്ടല്ലോ, ഇവളും ഇവളുടെ ചേട്ടനും കൂടി ഭയങ്കര ഹാപ്പി ആയിട്ട് ചാടി ഹഗ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇതൊക്കെ കണ്ട് ഹാപ്പി ആയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന നമ്മുടെ നെഫ്യൂനെ ഇവള് കണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവള് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നെ ഇഷ്ടമാണോ, ഡു യു ലൈക്ക് മീ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഈ ഒരു സീൻ ഇവിടെ കട്ടാവാണ്. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് നമ്മുടെ വെറ്റിനറി ക്ലിനിക് ആട്ടോ. അവിടെ നമ്മുടെ ബോമും ജയ്ഗിയും അവർക്ക് കിട്ടിയ മെഡല് പെറ്റിനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് പെറ്റിൻ്റെ അടുത്ത് രണ്ടാളും പറയുന്നുണ്ട്, അതേ നിനക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ മെഡലൊക്കെ വാങ്ങിയെന്ന് അറിയുമെന്ന് പറയാണ്. ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് ഡോക്ടർ ഇവർക്ക് അഡോപ്റ്റ് ചെയ്യാനുള്ള അഡോപ്ഷൻ പേപ്പറൊക്കെ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ആരാ അഡോപ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് കൈപ്പൊക്കുകയാണ് കേട്ടോ. നമ്മുടെ ജയ്യൂനാണെങ്കിൽ ഈ ഒരു പട്ടിക്കുട്ടീനെ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോമിനാണെങ്കിൽ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജയ്യു പറയുന്നുണ്ട്, ഞാൻ ഇതേപോലെ കുഞ്ഞിതായിരുന്ന എൻ്റെ നെഫ്യൂവിനെ വളർത്തി വലുതാക്കിയതാണെന്ന്. അതുകൊണ്ട് തന്നെ ഈ ഒരു പട്ടിക്കുട്ടീനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് നന്നായി നോക്കാൻ എന്നെ കൊണ്ട് പറ്റും, ഞാനാണ് സ്യൂട്ടബിൾ എന്ന് പറയാണ് കേട്ടോ. ബോമിനും ഈ പട്ടിക്കുട്ടീനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അതെ ഞാൻ ഡിഗ്രി ഉണ്ട്, എനിക്ക് എഡ്യൂക്കേഷൻ ഉണ്ട്, അപ്പോൾ ടീനേജേഴ്സിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് നന്നായി അറിയാം, അതുകൊണ്ട് ഈ ഒരു പട്ടിക്കുട്ടീനെ ഞാൻ നന്നായി ഹാൻഡിൽ ചെയ്യുമെന്ന് പറയാണ്. വേറെ എന്ത് വേണമെങ്കിൽ ഞാൻ വിട്ടുതരാം, ഈ പട്ടിക്കുട്ടീനെ മാത്രം വിട്ടുതരാൻ പറ്റില്ല എന്നൊക്കെ നമ്മുടെ ജയ്ക്ക് പറയുന്നുണ്ടെങ്കിലും ബോമിന് വേണ്ടി വിട്ടുകൊടുക്കുകയാണ് കേട്ടോ. പക്ഷേ ഒരു കണ്ടീഷൻ വെക്കുന്നുണ്ട്, ആഴ്ചയിൽ 2 ദിവസം എനിക്ക് ഈ പട്ടിക്കുട്ടീനെ മീറ്റ് ചെയ്യാൻ വേണ്ടി വീട്ടിലേക്ക് വരണം, അതിനുള്ള പെർമിഷൻ വേണമെന്ന് പറയാണ്. അങ്ങനെ ഈ ഒരു കാര്യത്തിന് നമ്മുടെ ബോമും അഗ്രി ചെയ്യുകയാണ്. രണ്ടുപേരും അങ്ങനെ ഹാപ്പി ആവുകയാണ്. അതെ ഈ പട്ടിക്കുട്ടീനെയും കൊണ്ട് ഡോക്ടറും അസിസ്റ്റൻറ്റും കൂടി നെക്സ്റ്റ് റൂമിലേക്ക് പോവാണ് കേട്ടോ. അപ്പം തന്നെ നമ്മുടെ ബോമിൻ്റെ അടുത്ത് ഇവൻ ചോദിക്കുന്നുണ്ട്, അല്ല ഇനി പ്രോമിസ് ചെയ്ത കാര്യം പറയുമെന്ന് പറയാണ്. ബോം പറയുന്നുണ്ട്, അതെ മെഡല് നമ്മുടെ പെറ്റിൻ്റെ കഴുത്തിൽ ഇട്ട് കൊടുക്കുന്ന ദിവസം ഞാൻ പറഞ്ഞുതരാമെന്നേ പറഞ്ഞിട്ടുള്ളൂ, സമയമൊന്നും പറഞ്ഞിട്ടില്ല, ഇനിയും 12 മണിക്കൂർ ബാക്കിയുണ്ട് ഈ ദിവസത്തിൽ, അപ്പം ഞാൻ പറയാമെന്ന് പറയാണ്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ലോയർ ജുണ്ണാണെങ്കിൽ ഓടിക്കതച്ചിട്ടാണ് നമ്മുടെ ബോമിൻ്റെ അമ്മേനെ മീറ്റ് ചെയ്യാൻ വരുന്നത് കേട്ടോ. ബോമിൻ്റെ അമ്മയാണെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുകയാണ്. മുൻപ് ഈ അമ്മ നമ്മുടെ ബോമിനെ കൊണ്ട് കേസ് കൊടുക്കാനൊന്നും സമ്മതിപ്പിച്ചില്ലല്ലോ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അമ്മയ്ക്ക് ഭയങ്കര ആങ്സൈറ്റി ഉണ്ട്. അപ്പോൾ ആങ്സൈറ്റി കുറയാൻ വേണ്ടിയിട്ട് ഒരുപാട് പിൽസ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ പബ്ലിക്കിലൊക്കെ വെച്ചിട്ട് റിപ്പോർട്ടേഴ്സ് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ആങ്സൈറ്റി ആയി പോകും. അപ്പോൾ അതിൻ്റെ പേരിൽ പിന്നെ വേറെ ഇഷ്യൂസ് ഒന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ബോമിൻ്റെ അടുത്ത് അന്ന് കംപ്ലൈൻറ്റും കേസും ഒന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞത്. അല്ലാതെ ബോമിൻ്റെ അടുത്ത് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല, നല്ല സ്നേഹം തന്നെയാണ്. ഒരു അമ്മയ്ക്ക് ഇങ്ങനെ ആങ്സൈറ്റിയുടെ പ്രോബ്ലംസ് ഉണ്ടെന്നൊന്നും നമ്മുടെ ബോമിന് അറിയില്ല കേട്ടോ. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ലോയറായ ജൂൺ ഈ ഒരു ഗ്രാമത്തിൽ ഇവിടെ ചെറിയൊരു ഓഫീസ് തുടങ്ങാണ് കേട്ടോ.
അപ്പോൾ ജുണ്ണിൻ്റെ അസിസ്റ്റൻറ്റും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ജുണ്ണിൻ്റെ അസിസ്റ്റൻറ്റ് പറയുന്നുണ്ട്, അതെ ഈ നാട്ടിലൊരു ക്രൈമില്ല, ഒരു പ്രശ്നമില്ലാത്തൊരു നാടാണ്, നമ്മളിവിടെ നിൽക്കുന്നത് നമ്മുടെ ബിസിനസ്സിന് ഒരു ലാഭവുമില്ല, നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ജുണ്ണാണെങ്കിൽ കുറച്ച് സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ്. എൻ്റെ ഫുഡ് ഞാൻ ആരുമായിട്ട് ഷെയർ ചെയ്യും, എൻ്റെ കാര്യങ്ങൾ ഞാൻ ആരോട് ഷെയർ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവനോട് പറയുന്നുണ്ട്, യു ആർ ഹയേർഡ്, ഈ ജോലിക്ക് അതായത് ഇവിടുത്തെ ജോലി നീ ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ട് ഈ അസിസ്റ്റൻറ്റിനെ ഏൽപ്പിക്കുകയാണ് കേട്ടോ. ഈ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ അസിസ്റ്റന്റ് വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്നാലും നീ എന്തുകൊണ്ടാണ് ഈ ഒരു സ്ഥലം തന്നെ സെലക്ട് ചെയ്തത്, എന്താ റീസൺ എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് റീസൺസ് ഉണ്ടെന്നാണ് പറയുന്നത്. എന്തൊക്കെ റീസൺസ് ആണെന്നൊന്നും പറയുന്നില്ല. ഈ സീനിൽ നമ്മുടെ ജേഗു ആണെങ്കിൽ ബോമിന്റെ വീട്ടിലിരുന്ന് ഈ പട്ടിക്കുട്ടിക്ക് ഒരു കൂട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഈ പട്ടിക്കുട്ടി കുറച്ച് ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ബോം ഈ ഒരു പട്ടിക്കുട്ടീനെ നിലത്ത് വെക്കുകയാണ്. അപ്പോൾ അവിടെ പൂപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇവൾക്കാണെങ്കിൽ പെറ്റ്സിനെയൊക്കെ നോക്കിയിട്ട് തീരെ പരിചയമില്ല. ഈ പൂപ്പ് എങ്ങനെ ക്ലീൻ ചെയ്യേണ്ടതെന്നൊന്നും ഇവൾക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ അത് കാണിച്ചു കൊടുക്കുകയാണ്, എങ്ങനെ വേണം ഇത് ക്ലീൻ ചെയ്യാന്നൊക്കെ. ആണെങ്കിൽ അത് നേരെ എടുത്തുകൊണ്ട് കളയുന്നൊന്നുമില്ല, അതിനു മുമ്പ് ഇതൊന്ന് നോക്കുകയാണ്. എന്നിട്ട് ഇത് മോയ്സ്ചർ ഉണ്ട്, അപ്പോൾ നമ്മുടെ പട്ടിക്കുട്ടി നന്നായി ഡൈജസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫുഡൊക്കെ ഹെൽത്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ബോമിനാണെങ്കിൽ ഇവനീ പറയുന്നത് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല, മാത്രമല്ല അതായത് ഇങ്ങനെയെന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് ബോമിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, കിഡ്സിനെ വളർത്തുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ലെവല് അവരുടെ പൂപ്പ് ക്ലീൻ ചെയ്തിട്ടാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ബോം പെട്ടെന്ന് ഈ പട്ടിക്കുട്ടിയുടെ മേത്ത് എന്തൊക്കെയോ ഇങ്ങനെ കുറേ ബമ്പ് കാണുന്നത്. അല്ല ഇതിനെന്തോ ഉണ്ട്, ഇതിൻ്റെ മേത്ത് എന്തോ കുറേ ബമ്പൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ജേഗി പറയുന്നുണ്ട്, അത് ബമ്പൊന്നല്ല, അത് ആ പട്ടിക്കുട്ടിയുടെ നിപ്പിൾസ് ആണെന്ന് പറയാണ് കേട്ടോ. അമ്മാണെങ്കിൽ ഇത് കേട്ട വഴിക്ക് ഈ നായ്ക്കുട്ടീനെ അവൻ്റെ കയ്യിൽ കൊടുക്കുകയാണേ. എന്നിട്ട് പറയുന്നുണ്ട്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കാണാൻ ഭയങ്കര ക്യൂട്ടായത് കാരണം എനിക്ക് വളർത്തണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് ഈ പട്ടിക്കുട്ടികളെ കുറിച്ചൊന്നും ഒന്നും അറിയില്ല. ഒന്നും അറിയാത്ത ഞാൻ ഇതിനൊക്കെ വളർത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഇതിന് ഫേസ് ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ ഭയങ്കര പേടിയാണ്. മാത്രമല്ല ഈ ഒരു നായ്ക്കുട്ടിയുടെ അമ്മ ഞാനല്ല, അപ്പം അമ്മയായ ഞാൻ തന്നെ ഇതിനെ ഹേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഒരുപാട് വിഷമാവും എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ കയ്യിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ ജേഗി ചോദിക്കുന്നുണ്ട്, അതെന്താ അങ്ങനെ പറഞ്ഞേ, അമ്മയായ ഞാൻ ഹേർട്ട് ചെയ്ത് വിഷമാവുന്നു. ബോമിൻ്റെ അമ്മയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബോം പറയുന്നുണ്ട്, ഏയ് അങ്ങനെയൊന്നുമില്ല, ഒരമ്മയും അറിഞ്ഞുകൊണ്ട് മക്കളെ വിഷമിപ്പിക്കണം ബുദ്ധിമുട്ടിക്കണം എന്നൊന്നും വിചാരിക്കില്ലല്ലോ എന്ന് പറയണപ്പോൾ നമ്മുടെ ജേഗു ഈ നായ്ക്കുട്ടീനെ എടുത്തിട്ട് നമ്മുടെ ബോമിൻ്റെ അടുത്ത് പറയാണ്, അതായത് എൻ്റെ നെഫ്യൂനെ വളർത്തുന്ന സമയത്ത് അവൻ ബേബി ആയിരിക്കുമ്പോൾ ഞാൻ ഒരുപാട് മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് അവൻ്റെ പാമ്പേഴ്സ് ഒന്നും ഇട്ട് കൊടുക്കാറില്ലായിരുന്നു, അപ്പോൾ ഞാൻ അതൊക്കെ തല തിരിച്ചിട്ട് ഇട്ട് കൊടുത്തിരുന്നത്. മാത്രമല്ല നെഫ്യൂ ചെറുതായിരിക്കുന്ന സമയത്ത് ഭയങ്കര ക്ഷീണം വരുമ്പോൾ കരയുമായിരുന്നു, പക്ഷേ എനിക്കത് മനസ്സിലാവില്ല, വിശന്നിട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവന് കുടിക്കാനുള്ള പാല് കൊടുക്കും. എന്നിട്ട് ബോമിൻ്റെ അടുത്ത് ജേഗു പറയുന്നുണ്ട്, ഞാനൊരു പാരൻറ്റിങ് ടിപ്പ് പറഞ്ഞുതരാം. ആ ടിപ്പാണ് ലവ്. പാരൻസ് എന്തൊക്കെ തെറ്റ് ചെയ്താലും അവരത് ചെയ്യുന്നത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണെങ്കിൽ അവരോട് ക്ഷമിക്കാനുള്ള ഒരു കടമ നമുക്കുണ്ടെന്ന് പറയാണ് കേട്ടോ ബോമിൻ്റെ അടുത്ത്. അതുകൊണ്ട് തന്നെ പാരൻറ്റിങ്ങിനെ കുറിച്ചൊന്നും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പെറ്റായ ബോംസിക്കിന് ഏറ്റവും കൂടുതൽ ലവും അഫെക്ഷനും കെയറൊക്കെ ഇവിടുന്ന് തന്നെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബോമിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ ഈ പട്ടിക്കുട്ടീനെ. കൂടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഇവർ ആ കൂട്ടിൽ നമ്മുടെ ബോംസിക്കിനെയൊക്കെ ഒന്ന് കയറ്റി നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ബോം വീണ്ടും ഈ പെറ്റിനെ എടുത്ത് മടിയിൽ വെക്കുകയാണ്. ഇവനാണെങ്കിൽ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ നായിക ഇവൻ്റെ അടുത്ത് സറാങ്ങി എന്ന് പറയാണ്, ഐ ലവ് യു എന്ന് പറയണം കേട്ടോ. അവൻ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ബോംസിക്ക് പറയുന്ന പോലെയാണ് ഇവള് പറയുന്നത്, അതായത് എനിക്ക് പുതിയൊരു വീട് തന്നതിന് താങ്ക്സ് പപ്പ എന്ന് പറയുന്ന ആ ഒരു ടൈപ്പിലാണ് കേട്ടോ അവള് പറയുന്നത്. എന്തായാലും ഇവനൊന്ന് ഷോക്കായിട്ടാണ് ആദ്യം ഇത് കേൾക്കുന്നത്, പിന്നെ പെട്ടെന്ന് ഇവന് കാര്യം മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് ബോംസിക്കിൻ്റെ അടുത്ത് ഇവൻ പറയുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും പരസ്പരം ലവ് ചെയ്യുന്നുണ്ട്, നമുക്കൊന്ന് നടക്കാൻ പോയാലോ എന്ന് പറയാണ്. അങ്ങനെ 3 പേരും കൂടി നടക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇവർ ഈ പെറ്റിനെയും കൂട്ടി നടക്കാൻ വന്നിരിക്കുന്നത് നമ്മുടെ ജേഗു വർക്ക് ചെയ്യുന്ന പവർ പ്ലാന്റിൻ്റെ അവിടെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ബോം ചോദിക്കുന്നുണ്ട്, അല്ല ഇത് വർക്ക് ചെയ്യാത്ത ടൈമാണല്ലോ ഇപ്പോൾ, അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങളുടെ ഓണറിന് ഇഷ്ടപ്പെടുമോ എന്ന് ചോദിക്കുകയാണ്. ജേഗു പറയുന്നുണ്ട്, ഓണറിന് ഇതൊന്നും ഒരു വിഷയമല്ല, ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു, കുഴപ്പമൊന്നുമില്ല ഓണറിനെന്ന് പറയാണ്. എന്നിട്ട് അവൻ്റെ വാച്ചിൽ നോക്കിയിട്ട് പറയുന്നുണ്ട്, അതെ ഇനി 1 മിനിറ്റ് ബാക്കിയുള്ളൂ എന്ന് പറയാണ്, ഒരു കാര്യം പറയാണ്ടല്ലോ ആ കാര്യം കേൾക്കാൻ. എനിക്ക് എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ശരിക്കും അന്ന് എന്തിനാ ദേഷ്യപ്പെട്ടെ, സിയോളൊന്ന് ഇങ്ങോട്ട് വന്നത് എന്തിനാന്ന് ചോദിച്ചതിനാണോ, അതോ ഇനി നിങ്ങളന്ന് അവിടെ ഇരുന്ന് ഡ്രിങ്ക് ചെയ്യുന്നത് ഞാൻ കണ്ടോണ്ടാണോ, അതോ ഇനി ലൈൻ ക്രോസ് ചെയ്ത് ഞാൻ സംസാരിച്ചതുകൊണ്ടാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇതൊന്നും അല്ല റീസൺ. ശരിക്ക് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഗ്യുവിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ നമ്മുടെ ബോംബിൻ്റെ ലൈൻ ക്രോസ് ചെയ്ത് സംസാരിക്കുമോ എന്നതായിരുന്നു ബോമിൻ്റെ ടെൻഷൻ. അതായത് നമ്മുടെ ബോം ഓൾറെഡി ഇവനോട് ചെറിയൊരു അട്രാക്ഷനൊക്കെ ഉണ്ട്, ഇനിയിപ്പോൾ ഓപ്പണായ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിയുമ്പോൾ ഒരുപാട് അഫെക്ഷൻ ഇവനോട് തോന്നും എന്നതാണ് അവളുടെ പ്രശ്നം. എന്തായാലും അവൾക്ക് അവളുടെ മനസ്സിലുള്ള കാര്യം ഓപ്പണായിട്ട് തന്നെ അവനോട് പറയാണ്. കേൾക്കുമ്പോൾ നമ്മുടെ ജേഗു അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ. അവൻ തീരെ എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇങ്ങനൊരു ആൻസർ നമ്മുടെ ബോമിൻ്റെ കയ്യിൽ നിന്ന് വരുന്നത്. ബോമാണെങ്കിൽ ഇവിടെ നുണയൊന്നല്ല കേട്ടോ പറഞ്ഞത്, നുണ പറഞ്ഞതായിട്ടൊന്നും ഇവിടെ കാണിക്കുന്നില്ല. അങ്ങനത്തെ ഈ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഈ 5th എപ്പിസോഡ് എൻഡ് ആവുന്നത്. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ.